രഞ്ജുവിന് ഞാൻ കുറേ കമന്റ് ബോക്സിൽ കണ്ടു. കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ ഇത് എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ രഞ്ജുവിനെ ഓൾറെഡി എൻ്റെ കോൺടാക്ട് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. ഞാൻ എന്തിനു പറയണം? ഇവിടെ കുറേ ട്രാൻസ് പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സർജറികൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അത് മറ്റുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ റിനേ മെഡിസിറ്റിയിൽ കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സർജറി കഴിഞ്ഞതിൽ. ഞാൻ അതിൽ എഴുതിയ ക്യാപ്ഷൻ കൂടി അങ്ങനെയായിരുന്നു, ഒരു ആളിൽ നിന്ന് പെണ്ണിലേക്ക് ഒരു ദൂരം എന്ന അങ്ങനെ ഒരു ക്യാപ്ഷനാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. അവളിൽ നിന്ന് അവനിലേക്കുന്ന ദൂരം. അപ്പൊ ആ ദൂരം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രോസസ്സിങ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പിന്നെ ആൾക്കാർ വളച്ചൊടിക്കുന്നതാണ് അതൊക്കെ. ഞാൻ എന്ത് പറയാൻ.